ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയത് കൊണ്ടുള്ള ഒരു അടിപൊളി സുഖിയനാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ വീട്ടിൽ ചക്ക വരട്ടി വെക്കുമ്പം ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ ചക്കയൊക്കെ നല്ലപോലെ വരട്ടി വെക്കുമല്ലോ ശർക്കരയിലിട്ട്. ആ വരട്ടി വെച്ചതിനകത്ത് നമ്മൾ സുഖിയൻ ഉണ്ടാക്കുന്നത് സാധാരണ ചെറുപയർ പുഴുങ്ങി വെച്ചത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സുഖിയനകത്തെ ഫില്ലിംഗ് ആയി. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സുഖിയൻ ഉണ്ടാക്കാൻ പോകുന്നത്. സുഖിയൻ ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന, എന്നാലും നമ്മുടെ സുഖിയനിൽ ഈ പറഞ്ഞ മിക്സിങ് വെച്ചതിന് ശേഷം കുറച്ച് മൈദമാവും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കി വേണം ഇത് വറുത്തെടുക്കാൻ. ഇത്രയേ ഉള്ളൂ സുഖിയൻ. നമ്മുടെ വീട്ടിൽ ചക്ക വരട്ടിയത് ഇഷ്ടംപോലെ നാളിങ്ങനെ ഇരിക്കുമല്ലോ, വരട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് വെച്ചേക്കാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്നാക്കൊക്കെ പരീക്ഷിച്ചാൽ ഭയങ്കര രസമായിരിക്കും. നമുക്ക് വൈകുന്നേരം ചായയുടെയൊക്കെ കൂട്ടി കഴിക്കാം, ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ സുഖിയൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ചക്ക വരട്ടിയ സുഖിയൻ ഒരു അടിപൊളി പരിപാടിയായിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് രാജമോളുടെ ഒരു പരീക്ഷണമായിരുന്നു, പക്ഷേ ഒരു വമ്പം വിജയത്തിലേക്കാണ് ഇത് പോയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ചക്ക വരട്ടിയ സുഖിയൻ.